അവസാനം കൊണ്ട് പറ്റുള്ളൂ. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ ബുധനാഴ്ച നമ്മുടെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആണ്. ഇന്ന് അതിൻ്റെ 98ാമത്തെ ദിവസമാണ്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന്റെ സാഹചര്യം എങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കാം, ഹൗ ടു ഫൈൻഡ് പീസ് ഫ്രം ഹാർട്ട് എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ആൻഡ്രിക് സാർ നമ്മോട് സംസാരിക്കുന്നത്. നമ്മൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആൻഡ്രിക് സാറിനെയും. ആൻഡ്രിക് സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു. ഞാൻ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് നമ്മൾ എ ജേർണി ടു ഇന്നർ പീസിലേക്ക് അതേക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നു. നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ സംസാരത്തിൽ എങ്ങനെ നമ്മൾ സമാധാനം കണ്ടെത്തുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലേത്. ഇന്നത്തെ ഇത് ഫൈൻഡിങ് പീസ് ഇൻ യുവർ ഹാർട്ട് എന്നുള്ളതാണ്. ഈ ഹാർട്ടിനെ പറ്റി അല്ലെങ്കിൽ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെയൊന്നുണ്ടോ? കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് മനസ്സിന് സമാധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. ദാറ്റ് മീൻസ് നമ്മൾ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ സമാധാനത്തെക്കുറിച്ചാണ് സാധാരണ ഗതിയിൽ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഭാഷാപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം പീസ് ഇൻ യുവർ ഹാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുണ്ടോ? ഹാർട്ടിലേക്കുള്ള ഒരു സമാധാനമുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലല്ലേ സമാധാനം നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ ഹാർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ, ഞാൻ പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിലുള്ള ഹാർട്ടല്ല, ഹൃദയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ആത്മീയതയെ കുറിച്ച് സംസാരിക്കുന്നവർ മറ്റ് അനവധി കാര്യങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ ഉദാഹരണമായിട്ട് ഹൃദയത്തെക്കുറിച്ച് ഒത്തിരി വർണ്ണിക്കാറുണ്ട്. നമ്മളുടെ മലയാള ഭാഷ തന്നെ എടുത്തു കഴിഞ്ഞാൽ അനേകം സിനിമാ ഗാനങ്ങളും കവിതകളും എല്ലാം ഹാർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൃദയത്തെക്കുറിച്ച് തുടങ്ങുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് ഇതിൻ്റെ ഹാർട്ടും ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആ സമാധാനം നമ്മൾ എങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ കണ്ടെത്താം? മനസ്സിൽ പോരാ, അല്ലെങ്കിൽ മനസ്സിനേക്കാൾ കുറെ കൂടി ആഴത്തിലുള്ള നമ്മളുടെ ഒരു നമുക്കൊരു കൂടുതൽ ആഴത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് നമ്മളുടെ ഹൃദയ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് അർത്ഥം എന്താണ്, ഈ ഹൃദയത്തിൽ സമാധാനം എന്നതുകൊണ്ടും മനസ്സിൽ സമാധാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ദെൻ പീസ് ഇൻ മൈൻഡ് അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഹൃദയത്തിൽ സമാധാനം കണ്ടെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നമ്മളുടെ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പിന്നെ മറ്റൊന്ന് നമ്മളുടെ എസെൻഷ്യൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളുടെ അത് എങ്ങനെ ഏതെല്ലാം ഒരു മൈൻഡ് സെറ്റിലേക്കാണ് വരേണ്ടത്, നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങളിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ പ്രവർത്തികളിൽ നമുക്ക് എങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ദ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള സമാധാനം, അതിൻ്റെ അർത്ഥം, അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം, അതും മൈൻഡും തമ്മിലുള്ള ആ മനസ്സിലെ സമാധാനവും ഹൃദയ സമാധാനവും തമ്മിലുള്ള ആ വ്യത്യാസം, അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് എങ്ങനെ നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ സമാധാനം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാം, അതിനുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൽ സമാധാനം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മനസ്സെന്ന് പറയുന്നത് നമുക്കറിയാം, മനസ്സെപ്പോഴും നമ്മളുടെ ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഇന്റർഫേസ് ആണ്. എന്ത്, നമ്മളുടെ സെൻസസിന്റെ 5 ഇന്ദ്രിയങ്ങളുടെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്റർഫേസ് ആയിട്ടാണ് പലപ്പോഴും മനസ്സ് പ്രവർത്തിക്കുന്നത്. കാരണം എല്ലാവിധ ഇൻപുട്ടുകളും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് എവിടെയാണ്, മനസ്സിലാണ് പ്രധാനമായിട്ട്. അത് നമ്മളുടെ ഈഗോയിലേക്കും അതുപോലെ തന്നെ സെൽഫിലേക്കും അങ്ങനെ മറ്റു പല മേഖലകളിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ, ദാറ്റ് മീൻസ് നമ്മളുടെ മനസ്സെപ്പോഴും ചഞ്ചലിക്കുന്ന രീതിയിലാണ്. ഹൃദയമെന്ന് പറയുന്നത്
കുറെ കൂടി ആഴത്തിലുള്ളതാണ്. ദാറ്റ് മീൻസ് പെട്ടെന്ന് വന്നു പോകുന്ന ഒന്നല്ല. നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ സ്റ്റിമുലേഷൻസ്, ഇങ്ങനെയുള്ളതെല്ലാം കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മളുടെ മനസ്സിനെയാണ്. സോ ഹൃദയത്തിൽ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ഡീപ്പായിട്ടുള്ള നമുക്കൊരു സെൻസ് ഓഫ് കാംനെസ് നമ്മുടെ ഹൃദയത്തിൽ തോന്നുക. അതുപോലെ അത് തോന്നുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണം, പല ലക്ഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളായിരിക്കുന്ന സമയത്ത്, നമ്മളായിരിക്കുന്ന എവിടെയാണോ, എപ്പോഴാണോ, ആ നൗ ആൻഡ് ഹിയർ ആൻഡ് നൗ എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന സംതൃപ്തി, കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കിത് പരസ്പരം എന്താണ്, എനിക്ക് സമാധാനമുണ്ട്, ഹൃദയത്തിൽ സമാധാനമുണ്ട്, മനസ്സിൽ സമാധാനമുണ്ടെന്ന് പറയുന്ന ആളുകളും അവർക്ക് അവരുടേതായ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ആ കണ്ടന്റ്മെന്റ് അല്ല ആ സംതൃപ്തി എന്ന് പറയുന്നത്. സംതൃപ്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വൈകാരികമായി ക്ഷോഭിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഏത് അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്, ആ അവസ്ഥയിൽ നമ്മൾ സംതൃപ്തരും, അതുപോലെ തന്നെ ആ അവസ്ഥയെ നമ്മൾ സ്വീകരിക്കാൻ അക്സെപ്റ്റൻസ് കൂടി നമുക്ക് വേണം. ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയത്തിൽ നമുക്ക് സമാധാനമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഓരോ ദിവസവും അങ്ങനെയാണ് അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ദിവസം അവസാനിപ്പിക്കുന്ന ആ സമയം വരെയുള്ള സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതും അപ്രതീക്ഷിതവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളായിരിക്കാം നമ്മുടെ വ്യക്തിപരമായി നമ്മളെ സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്ട്രീറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലായിരിക്കും. നമുക്ക് പ്രവചനാതീതമാണ് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ വെല്ലുവിളികളെ നേരിടുന്ന ആ സമയത്തും കൂടുതൽ ചാഞ്ചല്യം ഇല്ലാതെ, കൂടുതൽ മാറാത്ത ഒരു സമാധാനത്തിന്റെ ആ ഒരു അടയാളത്തെയാണ് നമ്മൾ ഇത് ഹൃദയ സമാധാനം എന്ന് പറയുന്നത്. ദെൻ അതായത് വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമണി. നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ഹാർമണി വിത്ത് യുവർ സെൽഫ്, അതേഴ്സ് ആൻഡ് ദി വേൾഡ് അറൗണ്ട് യു എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഹാർമണി വേണം. ആ ഹാർമണി അതുകൂടി വന്നു കഴിയുമ്പോഴേ നമുക്ക് ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലെന്ന് പറയാം, ചിലർക്ക് മനസ്സിലും സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സോ ഹാർമണി വിത്ത് യുവർ സെൽഫ് ആൻഡ് ദെൻ അതേഴ്സ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് യു. ഈ 3 കാര്യങ്ങളും കൂടി വരണം. ഒന്നാമത് നമ്മൾ തന്നെ ഒരു ഹാർമണി ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടുണ്ടാകണം. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ ലോകവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് പഠിക്കുന്ന ന്യൂറോളജിസ്റ്റുകൾ അല്ലെ സൈക്കോളജിസ്റ്റുകൾ എല്ലാം പറയുന്ന ഒരു പുതിയതല്ല, അതിങ്ങനെ പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ഓരോ സെല്ലുകളും, നമ്മളൊരു കുഞ്ഞ് ജനിച്ചു വീഴുന്നു, ആദ്യത്തെ ശ്വാസം എടുക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ സജീവമായിട്ടുള്ള എത്ര സെല്ലുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ, ആ ശിശുവിന്റെ ആ ശരീരത്തിന്റെ ശരിയായിട്ടുള്ള ആ പ്രവർത്തനത്തിലേക്ക് വരുന്നു ആദ്യത്തെ ശ്വാസത്തോടു കൂടി. ആ ആദ്യ ശ്വാസത്തിൽ നിന്നാണെന്നാണ് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉള്ള, അതായത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആ ഒരു ആ എനർജി ആദ്യ ശ്വാസത്തിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എനർജി എന്ന് പറയാം, നമ്മളെ സിങ്ക്രണൈസ് ചെയ്യുന്നതാണ് നമ്മളുടെ ബോഡി, നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ് എന്നുള്ളതാണ്. മനസ്സ് എന്ന് പറയുന്നതും ശരീരവും തമ്മിൽ അതായത് ബേസിക്കലി അല്ലെങ്കിൽ റാഡിക്കലായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. കാരണം മനസ്സിനുണ്ടാകുന്ന ഏതെങ്കിലും പ്രക്ഷിപ്തമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന എനി സെൻസേഷൻസ് നമ്മളുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും, ബോഡിയിലുണ്ടാകുന്ന ശരീരത്തിലും അഫക്റ്റ് ചെയ്യും. ഇതാണ് ഈ മൈറ്റോകോൺട്രിയ എന്നുള്ള ആ ഒരു ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇക്കാലത്ത് വീണ്ടും ഒരു പുതിയ ശാസ്ത്രശാഖ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് അതിന് പറയുന്നത് മൈറ്റോകോൺട്രിയൽ ബയോ സൈക്കോളജി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മുടെ ഹാർമണി, നമ്മൾ എന്തുമാത്രം ഹാർമോണിയസ് ആണോ നമ്മളോട് തന്നെ, സെൽഫ്, അതുപോലെ അതേഴ്സ് ആൻഡ് ദി വേൾഡ് അറൗണ്ട് യു. ഇതാണ് വാസ്തവത്തിൽ ഹൃദയ സമാധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, പീസ് ഇൻ മൈൻഡ്. ഇനി അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പീസ് ഇൻ മൈൻഡ്
ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചതാണ്. അതും ഹൃദയ സമാധാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പീസ് ഇൻ മൈൻഡ് ഫോക്കസസ് തോട്ട്സ് ആൻഡ് റാഷണാലിറ്റി. നമ്മളുടെ ചിന്തകളെ കുറിച്ചുള്ളതാണ്. ആ ചിന്തകളിൽ നമുക്കൊരു ഒരു സമാധാനം, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഒരു ഒരു കോംപ്രമൈസ് നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടെ നമ്മുടെ ഒത്തിരി പ്രക്ഷുബ്ധമായിട്ടുള്ള ചിന്തകളല്ല വരുന്നതെങ്കിൽ, നമുക്ക് ശാന്തതയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ആ ചിന്തകളിൽ തന്നെ നമുക്ക് എന്താണ് റാഷണാലിറ്റി നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് കൂടുതൽ ശാന്തമാണോ? അതോ നമ്മളുടെ മറ്റ് 3 റീജിയൻസ് ഓഫ് ബ്രെയിൻ ആണോ? അല്ലെങ്കിൽ ലിംബിക് ബ്രെയിൻ ആണോ? അല്ലെങ്കിൽ നമ്മളുടെ റെപ്റ്റീലിയൻ ബ്രെയിൻ ആണോ? മാമേലിയൻ ബ്രെയിൻ ആണോ? ഇതൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അത് മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഇല്ല, നമ്മൾ ഏതെങ്കിലും ഒരു തോട്ട് വന്നു, ആ തോട്ട് ഒന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റാഷണലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ആ തോട്ടിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും. ചിലപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. പിന്നെ മറ്റൊന്ന്, നമുക്ക് എന്താണ്, നമുക്ക് ഒരു കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു ഡൗട്ട് ഇല്ലാതെ, സംശയങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമുക്ക് നമ്മളുടെ മനസ്സിലെ സമാധാനം എന്ന് വിളിക്കാം. ആ ഒരു അവസ്ഥ എപ്പോഴുണ്ടോ, ഓക്കെ, നമ്മൾ സമാധാനം അനുഭവിക്കുന്നവരാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു റാഷണൽ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി. അതുപോലെ തന്നെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങും, അതുപോലെ തന്നെ ചില സമയത്ത് ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ആ അൺസർട്ടനിറ്റീസിനെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും നമ്മുടെ മനസ്സിലെ ആ സമാധാനം, അല്ലെങ്കിൽ എന്താണ്, റാഷണൽ ആയിട്ടുള്ള നമ്മളുടെ ചിന്തകൾ, മറ്റതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഇതും ഒരു സമാധാനത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഹൃദയ സമാധാനം എന്ന് പറയുന്നത്, പീസ് ഇൻ ഹാർട്ട് മീൻസ് ഫോക്കസസ് ഓൺ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഹൃദയത്തിലേത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഒരാളെ സഹായിക്കണം. ഉദാഹരണമായിട്ട് എംപതി, അല്ലെ കമ്പാഷൻ, കണ്ടന്റ്മെന്റ്, കാംനെസ്, ഇതൊക്കെ എന്ന് പറയുന്നത് കൂടുതലും നമ്മളുടെ ഹൃദയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് ഒരു സഹായം ചോദിച്ചു, നമുക്ക് എപ്പോഴും ഉടനെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ റാഷണലൈസ് ചെയ്യുന്നുണ്ട്, ഇത് കളിപ്പിക്കാനാണോ, പറ്റിക്കാനാണോ എന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്ന് വരുമ്പോഴേക്കും അത് തോട്ട് പാറ്റേൺസ് ആണ്. പക്ഷേ ഇത് ഇവിടെ വരുന്നത് കൂടുതൽ ഇമോഷൻസ് ആണ്, ഫീലിങ്സ് ആണ്. അതുപോലെ തന്നെ കാംനെസ് ഉണ്ടാകും. അതുപോലെ കൂടുതൽ എംപതി, അല്ലെങ്കിൽ കമ്പാഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അസോസിയേറ്റഡ് വിത്ത് ലവ്, അക്സെപ്റ്റൻസ് ആൻഡ് ട്രസ്റ്റ്. കൂടുതൽ നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ, അയാൾ പറയുന്ന കാര്യം സത്യമാണെന്ന് നമുക്ക് കരുതാനുള്ള ആ ഒരു പ്രചോദനം, ആ ഒരു ചിന്ത നമുക്ക് കിട്ടുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ അതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അത് ഹൃദയം നമ്മളോട് മന്ത്രിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക, കൂടുതൽ ലിങ്ക്ഡ് വിത്ത് എംപതി, കമ്പാഷൻ ആൻഡ് ഫൊർഗീവ്നെസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഇവിടെയാണ്. നമ്മൾ ഫൊർഗീവ്നെസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിൽ നിന്നല്ല നമ്മളുടെ ആ ഫൊർഗീവ്നെസിന്റെ ഇത് വരുന്നത്. പല ആളുകളും ഫൊർഗീവ്നെസിനെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ടു ഫൊർഗീവ്. കാരണം അത് നമ്മളുടെ മനസ്സിൽ നിന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളെ പറ്റിച്ചെന്നും വരും. ഞാൻ അയാളോട് ക്ഷമിച്ചു എന്ന് പറയും. പക്ഷെ യഥാർത്ഥ ഫൊർഗീവ്നെസ് നമുക്ക് വരേണ്ടത് നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു ഫൊർഗീവ്നെസിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യനോട്, ആ വ്യക്തിയോട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തോട് നമുക്ക് ഫൊർഗീവ്നെസ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ വെൻ യുവർ മൈൻഡ്, അതായത് ഇത് തമ്മിൽ, ഈ മൈൻഡും ഹൃദയവും തമ്മിലുള്ള അത് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ സമാധാനമുണ്ടെങ്കിൽ ഹൃദയത്തിൽ അത് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് റെസ്റ്റ് നമുക്ക് തോന്നും. അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി എന്താണ്, അവർ ഹാർട്ട് എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുമ്പോഴേക്കും, നമ്മുടെ ബോഡി ക്യാൻ റെസ്റ്റ് മോർ. കാരണം സമാധാനം ഇല്ലെങ്കിൽ, അസ്വസ്ഥരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും അജിറ്റേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ അതിന്റെ ഒരു അല്പം കൂടി അപ്പർ ലെവലിൽ, അപ്പർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉപരിപ്ലവമായിട്ട്, അതിന്റെ ആ കുറെ കൂടെ സർഫസ് ലെവലിൽ നമുക്ക് കൂടുതൽ സമാധാനം നമുക്ക് തോന്നും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കുളത്തിലെ വെള്ളം, അതിന്റെ ഏറ്റവും അടി എന്ന് പറയുന്നത് വളരെ ശാന്തമായിരിക്കും.
കാരണം കാറ്റുകളോ മറ്റേതെങ്കിലും ഇതോ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉപരിതലം എപ്പോഴും അല്പം മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ വലിയ തിരമാലകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ തിരമാലകൾ ഉണ്ടാകാം, എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷെ അതിന്റെ അടി, അത് ഹൃദയം എന്ന് പറയുന്നത് അത് ക്വയറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ ശാന്തമായിരിക്കും. നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലെ സമാധാനം ഹൃദയത്തിലേക്കും, ഹൃദയത്തിലെ സമാധാനം മനസ്സിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ്, അതിനെ കൂടുതൽ ശാന്തമാക്കുന്നതിന് സഹായിക്കും. ദെൻ നമുക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികൾ, ഹൃദയത്തിലെ സമാധാനം പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കോൺസ്റ്റന്റ് മെന്റൽ ചാറ്ററാണ്. ഈ മെന്റൽ ചാറ്റർ അല്ലെങ്കിൽ ഈ ചിന്തകൾ, ഓവർ തിങ്കിങ്ങിന് ഇത് വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മനസ്സിലും ഉണ്ടാകണമെന്നില്ല, കാരണം എപ്പോഴും അജിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം ഇതിന്റെ ആദ്യത്തെ വെല്ലുവിളി നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചിന്തകളിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഹൃദയ സമാധാനത്തെ ബാധിക്കും. ദെൻ അൺറിസോൾവ്ഡ് ഇമോഷണൽ പെയിൻ, നമുക്ക് ഉണ്ടായിട്ടുള്ള ട്രമാറ്റിക് ആയിട്ടുള്ള ആ എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഹർട്ട് ഫീലിങ്സ്, ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ്, അത് വളരെ കാലം നീണ്ടു നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയ സമാധാനം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാകുകയില്ല. അഥവാ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊരു സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. പക്ഷെ അത് എപ്പോഴും അത് മനസ്സിൽ ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നില്ല. മറ്റൊന്ന്, നമ്മളുടെ തന്നെ ആ പെർഫെക്ഷനിസം ആയിട്ടുള്ള ആ മൈൻഡ്, അല്ലെങ്കിൽ പെർഫെക്ഷൻ ആയിരിക്കണം, എല്ലാം ഇതായിരിക്കണം എന്നുള്ളതും, ഞാൻ മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് കരുതുകയോ അല്ലെങ്കിൽ കൂടുതൽ സെൽഫ് ക്രിറ്റിസിസത്തിലേക്ക് നമ്മൾ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയ സമാധാനത്തിനുള്ള അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ നമ്മൾ നാർസിസിസത്തെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, അതായത് എപ്പോഴും എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് മനുഷ്യർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ, അതുപോലെയുള്ള എല്ലാം സ്തുതി, അങ്ങനെ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനോട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹൃദയ സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതൊരു വെല്ലുവിളിയായിട്ട് വരുന്നു. മറ്റൊന്ന്, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ചേഞ്ച്. ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു മാറ്റം വരുമ്പോഴേക്കും, നമുക്കൊരു ജോലി സ്ഥലത്തൊരു എന്താണ് സുരക്ഷിത കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകണം, പഠന സംബന്ധമായിട്ട് പോകണം, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മളെ, ആ അനിശ്ചിതത്വം നമ്മളെ കൂടുതലായിട്ട് നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ക്രോണിക് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്. ഓക്കെ, ഇതറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾക്ക് കൂടുതലായിട്ട് ക്രോണിക് ആയിട്ട് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ അത് ചിലപ്പം ബേൺ ഔട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെതായിട്ടുള്ള ഹൃദയ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം അവരിലില്ല. കമ്പയറിങ് അവേഴ്സെൽസ് ടു അതേഴ്സ്. ഓക്കെ, ഇത് വേറൊന്നാണ്. നമ്മളുടെ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നു, നമ്മൾ താരതമ്യം ചെയ്യുന്നു. എനിക്ക് അതില്ല, ഇതില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് കൂടുതൽ ഗ്രീഡിനെസ് തോന്നാം. അതുപോലെ തന്നെ നമുക്ക് കണ്ടന്റ്മെന്റ്, നമുക്ക് ആ സംതൃപ്തി ജീവിതത്തിൽ നഷ്ടപ്പെടുന്നു. കാരണം അവന് അല്ലെങ്കിൽ അവൾ നേടിയതെല്ലാം എനിക്ക് നേടണമെന്നുള്ള അങ്ങനെയുള്ള എല്ലാ ചിന്തകളും നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ആ ഹൃദയ സമാധാനത്തിന്റെ നഷ്ടപ്പെടുന്നു. ദെൻ ഡിഫിക്കൽറ്റി ഫോർ ഗീവിങ്. ഇത് നമ്മൾ ഫർഗീവ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി, നമുക്ക് ഒരാളോടെന്നല്ല, എല്ലാവരോടും നമുക്ക് ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ അങ്ങനെ തന്നിട്ടുള്ള വ്യക്തികളോട്, സാഹചര്യങ്ങളോട്, സംഭവങ്ങളോട് നമുക്ക് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവര് ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുന്നവരല്ല. ഓക്കെ, അടുത്തത് നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ്, മീനിങ് നമുക്കത് കിട്ടാതെ, അതൊന്നുമായിട്ട് നമുക്ക് ശരിക്കും ബന്ധപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വന്നാൽ തീർച്ചയായിട്ടും അത് ഒരു ഹൃദയ സമാധാന കുറവിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളുടെ ഹോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ സോണിൽ എപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതാണ് നമ്മുടെ ആ നെർവസ് സിസ്റ്റത്തിന്റെ, എല്ലാ നെർവസ് സിസ്റ്റത്തിന്റെയും പ്രത്യേകത ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊരു കംഫർട്ട് സോണിലേക്കാണ്, അവിടെയാണ് നമ്മൾ കംഫർട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ ആ ഡിസ്കണക്റ്റഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പർപ്പസ് ഇല്ലാതെ വന്നാൽ, അല്ലെങ്കിൽ മീനിങ് ഇൻ ലൈഫ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റിയല്ല. അതേസമയം നമ്മൾ അസംതൃപ്തരായിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും,
സമാധാനമില്ലാത്തവരായിരിക്കും. ഓക്കെ, ഇന്നബിലിറ്റി ടു ലീവ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ് നിങ്ങൾ എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് വളരെ കാര്യമായിട്ട് അറിയാം. നമുക്കറിയാം നമ്മളുടെ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് റെസിസ്റ്റൻസ് ടു ലെറ്റിംഗ് ഗോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യുകയും അതിനെ നമ്മൾ വിട്ടുകളയാൻ തയ്യാറല്ല ജീവിതത്തിൽ ഇന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ റിജിഡിറ്റി നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമാധാനം അനുഭവിക്കാൻ, ഹൃദയ സമാധാനം ലഭിക്കാൻ നമുക്ക് സാധിക്കാത്തവരാണ്. ഓക്കെ, ഓവർ തിങ്കിങ് ആൻഡ് സെൽഫ് ജഡ്ജ്മെന്റ്. നെഗറ്റീവായിട്ടുള്ള സെൽഫ് ജഡ്ജ്മെന്റും ഓവർ തിങ്കിങ്ങും ഒക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളുടെ ഈ ഹൃദയ സമാധാനത്തെ വെല്ലുവിളികളായിട്ട് നമുക്ക് കരുതാം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? എന്തിനാണ് മനസ്സമാധാനം ഹൃദയ സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തേത് നമ്മളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിതെല്ലാം നമുക്ക് ഹൃദയ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ വെൽബീയിങ് ഇല്ല, അതുപോലെ തന്നെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആ സുസ്ഥിതിയും നമുക്ക് നഷ്ടപ്പെടുന്നു. റെഡ്യൂസസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ്സ് ഇമോഷണൽ റെഗുലേഷൻ. നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. നമ്മൾ എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഴയ കാലത്തെ ഓർത്ത് കൂടുതലായിട്ട് നമ്മൾ പശ്ചാത്തപിക്കുന്നവരായിരിക്കും, കുറ്റബോധമുള്ളവരായിരിക്കും. ഇതിൽ നിന്നെല്ലാം വിമുക്തി നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൃദയ സമാധാനം ഉള്ളവരായിരിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. ഓരോ കാര്യത്തിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ, ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മളുടെ കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മളുടെ ചിന്തകളിൽ നമുക്ക് ആ ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് കിട്ടണമെങ്കിൽ സമാധാനം വേണം. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ ശാരീരികമായിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് വേദനയുണ്ടാകുന്ന സമയത്തൊന്നും നമുക്ക് ഈ ക്ലാരിറ്റി ഓഫ് ഫോക്കസ്, അല്ലെങ്കിൽ ചിന്തകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, എല്ലാവരും തന്നെ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മനസ്സ് ശാന്തമല്ലെങ്കിൽ, അല്ലെങ്കിൽ വൈകാരികമായി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു തീരുമാനവും നമ്മൾ എടുക്കരുത് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രെങ്തൻസ് റെസീലിയൻസ്. ഓക്കെ, അതായത് നമ്മൾക്ക് കൂടുതൽ റെസീലിയൻസ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് കൂടുതൽ നമുക്ക് അസ്വസ്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്കുള്ള ആ ഒരു ഇതിൽ നിന്ന്, അങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ, നമുക്ക് ഒരു ജമ്പിങ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രശാന്തത എന്ന് പറയും. നമുക്ക് നഷ്ടപ്പെട്ട നമ്മളുടെ ആ റെസീലിയൻസ്, നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെസീലിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഹോമിയോസ്റ്റാസിസിനേക്കാൾ, അല്ലെങ്കിൽ അതിന് പകരമുള്ള വാക്കാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. ഈ ഇതിലേക്ക് നമുക്ക് വരാന്, നമ്മളുടെ ആ ജീവിതത്തിലുള്ള അനിശ്ചിതത്വങ്ങളെ നമുക്ക് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ റെസീലിയൻസ് നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയ സമാധാനം വേണം. ദെൻ അടുത്തത് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുമായിട്ട്, ലോകവുമായിട്ടുള്ള നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ മറ്റുള്ളവരുമായി സഹവർത്തിത്വത്തിൽ ജീവിച്ചു പോകുന്നതിന്, അതുപോലെ തന്നെ എംപതി, കമ്പാഷൻ കൂടുതലായി നമുക്കുണ്ടാകുന്നതിന്, അതുപോലെ തന്നെ നമ്മളുടെ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് എല്ലാം മാറ്റുന്നതിന് ഹൃദയ സമാധാനം നമുക്ക് ആവശ്യമുണ്ട്. ദെൻ സപ്പോർട്ട്സ് ഫിസിക്കൽ ഹെൽത്ത്. ഓക്കെ, നമ്മളുടെ ശരീരത്തിന്റെ ഇതാണ് നമ്മളെപ്പോഴും ഈ സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഇത് വരുമ്പോഴേക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബോഡി എപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡിലേക്കാണ്, അല്ലെങ്കിൽ അമിഗ്ഡാല ഹൈജാക്ക് ആണ് നമ്മൾ നിൽക്കുന്നത്. അത് കുറച്ച് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ആ ഹെൽത്ത് വെൽബീയിങ് നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഈ ഹൃദയ സമാധാനം വളരെ ആവശ്യമാണ്. എൻകറേജസ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പർപ്പസ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്, ഒരു ഗ്രോത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അനുഭവം, അല്ലെങ്കിൽ അറിവ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ
അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്, ക്രിയേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എല്ലാം ഈ ഹൃദയ സമാധാനത്തിൽ നിന്നാണ് നമുക്ക് സാധിക്കുന്നത്. ദെൻ കോൺട്രിബ്യൂട്ട്സ് ടു എ മോർ പീസ്ഫുൾ വേൾഡ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുമായിട്ടും ഞാൻ പറഞ്ഞു നമ്മളോട് തന്നെ സമാധാനം, ആ ഹാർമണി നമ്മളിൽ ഉണ്ടാകുക, മറ്റുള്ളവരുമായിട്ട് നമ്മൾ അടുത്തുള്ളവർ അല്ലെങ്കിൽ അത് വ്യാപകമായിട്ട് കുറെ കൂടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ലോകത്തിൽ തന്നെ സമാധാനം നമുക്ക് നിലനിർത്തുന്നതിന് തീർച്ചയായിട്ടും ഇത് വളരെ ആവശ്യമാണ്. സോ ആ നമ്മളിലുള്ള സമാധാനം, ആ ശാന്തത, അത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഹാസ് എ റിപ്പിൾ എഫക്റ്റ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? അഗ്രഷന് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കുറയ്ക്കുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും. ദെൻ എസെൻഷ്യൽ മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ അപ്രോച്ച് എന്താണ്, നമ്മൾ ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് മാറ്റുന്നത്, അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഹൃദയ സമാധാനം നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഏറ്റവും നല്ലത് അക്സെപ്റ്റൻസ് ഓഫ് ഇംപെർഫെക്ഷൻസ്. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിവൃത്തിയില്ലാത്ത ഒന്നിനെ ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളിലേക്ക് തന്നെ തിരിയാന്, നമ്മളുടെ ഇൻപെർഫെക്ഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരായിരിക്കാം. അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ലിമിറ്റഡ് ആയിരിക്കും, നമ്മളുടെ മൂവ്മെന്റ്സ് തന്നെ. അങ്ങനെയുള്ളവരുണ്ടാകും. അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികമോ ശാരീരികമോ അതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള എല്ലാ ഇൻപെർഫെക്ഷൻസിനെയും അക്സെപ്റ്റ് ചെയ്യാൻ സമൂലമായ ഒരു റാഡിക്കൽ അക്സെപ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് തന്നെ തോന്നുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞ നമ്മളുടെ ആ റിഗ്രറ്റ് കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് നമ്മുടെ നെഞ്ചിലേറ്റുന്നത് കൊണ്ടുണ്ടാകുന്നത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ, നമ്മുടെ കൺട്രോളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മേലാത്തതും, അതുപോലെ എപ്പോഴും ഞാൻ എല്ലാം അറിയണം, എല്ലാത്തിനും എനിക്ക് ഇത് ഉണ്ടാകണം, കൺട്രോൾ ഉണ്ടാകണം എന്നുള്ള ആ ഒരു മനോഭാവം നമുക്ക് വിട്ടുകളയാനുള്ള ആ ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ, പ്രായമുള്ളവരിൽ ചില ആൾക്കാർ വളരെ റിജിഡാണ് പ്രായമായ അവരുടെ മക്കളോട്, അല്ലെങ്കിൽ മകൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയോട്, അല്ലെങ്കിൽ മരുമകനോട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട്, ഭാര്യയോട്, മക്കളോട്. ഇതൊക്കെ ആ മൈൻഡ്ഫുൾ ഏജിങ്ങിന്റെ ആ ഇമ്പോർട്ടൻസ് അവരറിയാത്തത് കൊണ്ടും ആ എല്ലാ ദുശാഠ്യങ്ങളോടുകൂടി പെരുമാറും. വിട്ടുകൊടുക്കാനുള്ള ആ ഒരു മനസ്ഥിതി ഇല്ലെങ്കിൽ, ലിവിങ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്. അടുത്തത് നമുക്ക് ചെയ്യാവുന്നതാണ് കം ടു ദിസ് മൊമെന്റ്, ഹിയർ ആൻഡ് നൗ, ലിവിങ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്. കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഈ സമയത്തിന്റെ ആ എല്ലാ സുഖദുഃഖങ്ങളുടെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ നിമിഷത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ നിമിഷമുള്ള ആ അംഗീകരിക്കൽ, അല്ലെങ്കിൽ ആ എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും സമാധാനം കിട്ടും. നോൺ അറ്റാച്ച്മെന്റ് ടു ദി ഔട്ട്കംസ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, എനിക്കിത് എന്താണ് അതിന്റെ ഔട്ട്കംസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വറീഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കണം. നോൺ അറ്റാച്ച്മെന്റ് ടു ദി ഔട്ട്കംസ്. എന്താണ് സംഭവിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇതെല്ലാത്തിൻ്റെയും ഔട്ട്കംസ് എൻ്റെ സ്വപ്നങ്ങളിലുള്ളത് രീതിയിൽ വരണമെന്നുള്ളത്, അത് നമ്മളൊന്ന് മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയ സമാധാനത്തിന്റെ ആ ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദെൻ അടുത്തത് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമുക്ക് സെൽഫ് കമ്പാഷൻ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സെൽഫ് അക്സെപ്റ്റൻസ് ആയിരിക്കും. ഞാൻ എന്താണോ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, അതിനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസ് കൂടുതലായിട്ട് നമ്മൾ സെൽഫ് കമ്പാഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വഴി നമുക്ക് കൂടുതൽ സെൽഫ് കമ്പാഷൻ, നമ്മളോട് തന്നെ ദയ കാണിക്കാനുള്ള ആ ഒരു മനോഭാവം. പലർക്കും അതില്ല. നമ്മളുടെ എല്ലാ പരാജയങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപദ്രവിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത്, ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത് എല്ലാം നമ്മളെ തന്നെ ആയിരിക്കും. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദി പ്രസന്റ്. ഈ മൊമെന്റിലേക്ക് നമ്മൾ വരുന്നതിന് മനസ്സിനൊരു പ്രത്യേക രീതിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സത്ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തട്ടിക്കളഞ്ഞാൽ, ഉദാഹരണം,
നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മൾ നടക്കുന്നു, എടുക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. ഈ സമയത്ത് നമ്മളുടെ മനസ്സിൽ ഏതെങ്കിലും ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമുക്ക് വരാനുള്ള ഒരു തോന്നൽ, ഒരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അതിനെ നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? മനസ്സ് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മളുടെ പഴയ രീതിയിലുള്ള ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മൾ പോകും. അതേസമയം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല നമുക്കൊരു നല്ല ചിന്ത വന്നു, പ്രസന്റ് മൊമെന്റിലേക്ക് നമുക്കൊരു ചിന്ത വന്നു, നമ്മളിങ്ങനെ വറീഡായ ചിന്തകളുടെ ലോകത്ത് പോകുമ്പോഴേക്കും സേ താങ്ക് യു. കാരണം നമ്മളെ റിമൈൻഡ് ചെയ്തു. അത് നമുക്ക് കിട്ടി. നമ്മൾ ചിലപ്പോൾ ഒരു പൂവിനെ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ശിശുവിൻ്റെ, ഒരു കുട്ടിയുടെ ചിരി കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സന്തോഷം കാണുമ്പോഴായിരിക്കും. ഇങ്ങനെ ലോകത്ത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എല്ലാത്തിനോടും നമ്മൾ എല്ലാവരോടും എല്ലാറ്റിനോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഹൃദയ സമാധാനത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയാണ്. ദെൻ പ്രയോറിറ്റൈസിങ് ഇന്നർ ഗ്രോത്ത് ഓവർ എക്സ്റ്റേണൽ വാലിഡേഷൻ. നമ്മളുടെ ആന്തരികമായിട്ടുള്ള വളർച്ച, അതാണ് നമുക്ക് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത്, എന്താണ് വിജയം എന്ന് പറയുന്നത്? അത് വാസ്തവത്തിൽ അത് റിലേറ്റീവ് ആണ്. അത് ആപേക്ഷികമായിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മൾ വിജയിച്ചു, നമ്മളിപ്പോൾ എടുക്കുക, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച നമ്മളുടെ കൂട്ടുകാര്, അവരിൽ ആരൊക്കെ എന്തൊക്കെയായി? ചിലർ വലിയ 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 പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും അവരൊക്കെ വലിയവരായി, ഞാൻ ആ പഴയ 10ാം ക്ലാസ്സിലായിരിക്കും നിൽക്കുന്നതെന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്ത വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ചിന്തകളെല്ലാം അവരെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി എന്ന് നമ്മൾ കരുതുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം അവരെത്തിച്ചേർന്ന പദവിയും അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളും അവരുടെ പവറും ഒന്നും അവർക്ക് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം അവർക്ക് എത്തപ്പെടാത്തതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ ഇന്നർ ഗ്രോത്തിലായിരിക്കണം, നമ്മളുടെ വാല്യൂ സിസ്റ്റത്തിലായിരിക്കണം നമ്മൾ. അതുപോലെ കമ്പാഷൻ, അതുപോലെയുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മളുടെ കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ട്രസ്റ്റിംഗ് ലൈഫ്സ് ഫ്ലോ. ഇവിടെ ഒരു ദലൈലാമയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ആ ജീവിത നദിയിലുള്ള ഒഴുക്ക്, അതായത് തട്ടുമുട്ടൊന്നും ഇല്ലാതെ. ഞങ്ങൾ ഇവിടെ ജർമ്മനി പറയുന്ന എന്താണ്, ഓക്കെ, ലേബൻ ദസ് ഫ്ലൂസ് എന്ന് പറയും. അതായത് ആ ജീവിത നദിയിലുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് ട്രസ്റ്റിംഗ് ഇൻ ലൈഫ് ഫ്ലോ. ഇങ്ങനെയാണ് നമ്മൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്രതീക്ഷിതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. കാരണം ചില സമയത്ത് നമുക്ക് കുത്തൊഴുക്കുകൾ ഉണ്ടാകും ജീവിതത്തിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ശാന്തമായിട്ടായിരിക്കും ഒഴുകുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇടുക്കിക്കാരനാണ്. ഇടുക്കിയിൽ നിന്ന് വരുന്ന പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം അത് ഉണ്ട് എന്ന് പറയാം, ഇല്ലെന്നും പറയാം, പെരിയാർ എന്നൊക്കെ പറഞ്ഞാൽ ഇടുക്കി ഞങ്ങളുടെ ആ ഭാഗം തൊട്ട് താഴോട്ട് വരുന്നിടം വരെ, എനിക്ക് തോന്നുന്നു ആലുവ വരെയെങ്കിലും ആ ഭാഗം മുഴുവനും ഒഴുക്കാണ്, കുത്തൊഴുക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ശാന്തമാകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ലൈഫിൻ്റെ ഒഴുക്കിൽ, ജീവിത നദിയിൽ ഒഴുകാൻ പഠിക്കുക ശാന്തമായിട്ട്. ദെൻ ക്യൂരിയോസിറ്റി ഓവർ ഫിയർ. നമുക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് നമ്മളുടെ ഭയത്തെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി, അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ദെൻ സിംപ്ലിഫൈ യുവർ ലൈഫ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ. അതായത് നമ്മളുടെ ലൈഫ് നമ്മൾ കുറെ കൂടി ലളിതമാക്കാൻ കരുതുക. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നമ്മുടെ ലൈഫ് പോകുന്നത്. ഞാൻ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ജർമ്മൻകാരിയായിട്ടുള്ള ഒരു ഹൈഡി കേൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അവർ 2022 മരിച്ചുപോയി. വളരെ പ്രായം ചെന്ന സ്ത്രീയാണ്. 20-25 വർഷത്തോളം ജപ്പാനിൽ പോയി സെൻ മെഡിറ്റേഷൻ പഠിച്ചു. അതിനുശേഷം അവർ കൊടൈക്കനാലിലുള്ള സെൻ ആശ്രമത്തിൽ വന്നിങ്ങനെ എല്ലാ വർഷവും 6 മാസം അല്ലെ 8 മാസമൊക്കെ അവിടെ താമസിക്കുമായിരുന്നു. അവര് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതായത് ഹോസ്പീസസ് എന്ന് പറയാം. അതായത് മരണമായിട്ട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു ആളുകളെ, അവരെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്. ജർമ്മൻ ഭാഷയിലാണ്. അപ്പൊ പുസ്തകത്തിനകത്ത് ഞാൻ ഈ ഹൈഡിയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഹൈഡിയൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അതായത് മരണവുമായിട്ട് പരസ്പരം കണ്ടുമുട്ടുകയാണ്. അതിന്റെ ഒരു പാലം പോലെയാണ്. അക്കരയ്ക്കൊന്ന് ചെല്ലും, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും, അവർ മരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു നിമിഷത്തില് പല ആളുകളും ആ മരണത്തിൽ നിന്ന്
അങ്ങോട്ട് പോയി അത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അത് കഴിയുമ്പോഴേക്കും അവർ ചിലപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുന്ന ആളുകൾ അവരുടെ ആ എക്സ്പീരിയൻസ് മരിക്കുന്നതിനും ഇടയ്ക്കുമുള്ള ആ എക്സ്പീരിയൻസ് വളരെ തീവ്രമായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. അങ്ങനെ ആ ഷെയർ ചെയ്ത ഒരു അനുഭവം, അങ്ങനെ പല അനുഭവങ്ങൾ ഈ ഹൈഡി എന്നോട് ഇങ്ങനെ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഹൈഡി പറയുന്നത് ഇതാണ്, അതായത് തിരിച്ചു വന്ന് മരിച്ചില്ല, ശ്വാസം നിന്നില്ല, ആ ഒരു നിമിഷത്തിലേക്ക് വരുമ്പോഴേക്കും വന്നു കഴിയുമ്പോൾ അവർ പറയാണ്, ഓ മൈ ഗോഡ്, ഞാൻ ഈ വിചാരിച്ചൊന്നും അല്ല ലൈഫ്, ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തതൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഈസ് സോ സിമ്പിൾ. അവർക്കത് അവരുടെ അവസാനത്തെ ആ നിമിഷങ്ങളിലാണ് അവർക്കത് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ ഈ കാണുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മുടെ പ്രശസ്തി, നമ്മളുടെ പണം, നമ്മളുടെ പവർ, ഇതൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ് മൈൻഡ്ഫുൾ അല്ലാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത് മാത്രമേ ഉള്ളൂ. അവസാനം ചില നിമിഷങ്ങളിലായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ മറ്റുള്ള പല കൊട്ടേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെറും കൈയോടെ അലക്സാണ്ടർ ആണ് ചിലർ പറയുന്നു അത് നെപ്പോളിയൻ ആണെന്ന്. അതായത് ശവപ്പെട്ടിക്ക് പുറത്തേക്ക് കൈകൾ നീട്ടി പോകുന്ന അവസരം. ഇതൊന്നും അല്ല എന്നുള്ള ആ ഒരു ലൈഫ് സിംപ്ലിഫൈ, ജസ്റ്റ് മേക്ക് ഇറ്റ് അവർ ലൈഫ് സിമ്പിൾ. ദെൻ കമ്പാഷൻ ഫോർ അതേഴ്സ്. ഓക്കെ, നമ്മളുടെ ഹൃദയ സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പാഷൻ ഫോർ അതേഴ്സ്, പേഷ്യൻസ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ലൈഫ്. അതും ഇതാണ്, നമ്മൾ നേടുന്നില്ല, നമ്മളുടെ ഓട്ടം അങ്ങോട്ട് ശരിയാകുന്നില്ല, നമ്മൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നില്ല എന്നുള്ളതല്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലും ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ആ ജീവിതത്തിന്റെ ഓരോ സംഭവങ്ങൾ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ക്ഷമാശീലമുള്ളവരായിരിക്കുക. അതുപോലെ തന്നെ ലൈഫിനെ നമ്മൾ ആ സിറ്റീസ് കാണാൻ നോക്കുക. ലിവിങ് വിത്ത് ദി പർപ്പസ് ആൻഡ് മീനിങ്. ഓക്കെ, ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാകുക, ഓരോ ദിവസവും ഉണ്ടാകുക, ഓരോ നിമിഷവും ഉണ്ടാകുക. അത് വളരെ ആവശ്യമാണ്. അതില്ലെങ്കിൽ നമ്മൾ വി ആർ നോ വെയർ. ഇപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അതൊക്കെ നമ്മളുടെ ഹൃദയ സമാധാനത്തെ വർദ്ധിപ്പിക്കും. ദെൻ ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് ഗുഡ് കണക്ഷൻസ്. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധങ്ങളിൽ സമാധാനം കണ്ടെത്തുക. അതുപോലെ തന്നെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുക. കഴിയുന്നിടത്തോളം മറ്റുള്ളവരുമായിട്ട് സമാധാനത്തിൽ പോവുക. ഞാൻ പറഞ്ഞു, നമ്മുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ദെൻ പ്രാക്ടീസ് സെൽഫ് കെയർ. ഓക്കെ, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായും ഹൃദയ സമാധാനം. നമുക്കറിയാം, എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കത് കൂടുതൽ നമ്മളുടെ സെറോട്ടിനും അതുപോലെയുള്ള കൂടുതലായിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് സെൽഫ് കെയറിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക. ലേൺ ടു ബ്രീത്ത് എഫക്റ്റീവ്ലി. കോഹറന്റ് ബ്രീത്തിങ് ഉണ്ട്, അതുപോലെയുള്ള ബ്രീത്തിങ് എക്സസൈസ്. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടാകുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ്, നമ്മുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം കിട്ടാൻ. അക്സസ് ടു നേച്ചർ. ഇത് ന്യൂറോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഇക്കാലത്ത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പ്രകൃതിയിലേക്ക് പോകുക. ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രകൃതിയുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തെങ്കിലും ഇറങ്ങി നിൽക്കാം. നിങ്ങളുടെ ഫ്ലാറ്റിന്റെയോ അല്ലെങ്കിൽ വീടിന്റെയോ മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രത്യേക ഡ്രസ്സ് ചെയ്യേണ്ട. ഞങ്ങൾക്ക് വിന്റർ ടൈം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു, ഭയങ്കര തണുപ്പാണ്. അപ്പൊ പ്രകൃതി ജനലിലേക്ക് അകത്തൂടെ കാണാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ അത് കൂടുതൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ആ ആക്സസ് ഉണ്ട്, അത് ഉപയോഗിക്കുക. ദെൻ അടുത്തത്, ഫൈൻഡ് പീസ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് കാം യുവർ മൈൻഡ്. ഓക്കെ, നമുക്കറിയാം അത് പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് കൂടുതൽ ഹൃദയ സമാധാനം നമ്മൾ പരിശീലിക്കുക മൈൻഡ്ഫുൾ വേയിലൂടെ. അതുപോലെ ആ കൂടുതൽ സമാധാനം നമ്മളുടെ മനസ്സിലേക്കും കടന്നു വരും. ദെൻ ചേഞ്ച് ദ വേൾഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ പീസിലേക്ക്, നമ്മുടെ സമാധാനത്തിലേക്ക് എത്താൻ ഹൃദയപൂർവ്വം എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് വളരെ കൃത്യമായി സാർ പറഞ്ഞു. എന്തെങ്കിലും ആഡ് ചെയ്യാൻ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. മെഡിറ്റേഷന് മുമ്പ് എന്തെങ്കിലും, ഷാജി സാർ എന്തെങ്കിലും, എനി കമന്റ്സ്? ഒന്നുമില്ല സാറേ, ആസ് യൂഷ്വൽ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് പോകാം സാർ. ഓക്കെ, ധന്യ. 1 second.
ഓക്കെ, നമുക്ക് തുടങ്ങാം. ജസ്റ്റ് എ സെക്കൻഡ്. ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ വിശ്രമാവസ്ഥയിൽ ഇരുന്നു എന്ന് കരുതുന്നു. നിങ്ങളുടെ ധ്യാനത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റാം. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി വിശ്രമിക്കത്തക്ക രീതിയിൽ സുഖപ്രദമായി ഇരിക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് കരുതുമ്പോൾ സൗമ്യമായി നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് അടയ്ക്കാം. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങളിരിക്കുന്ന മുറിയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചുമുള്ള ഒരു അവബോധം ശാന്തമായ നിമിഷത്തിൽ നിങ്ങൾ അറിയുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നന്നായി വിശ്രമിക്കുവാൻ നിങ്ങൾ സ്വയം വിട്ടുകൊടുക്കുക. നമ്മൾ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമായി നമുക്ക് 3 പ്രാവശ്യം ആഴത്തിൽ ശ്വസിക്കാം. ശാന്തമായി മൂക്കിലൂടെ ശ്വസിക്കുകയും ശാന്തമായി സൗമ്യമായി അത് ആ ശ്വാസത്തെ മൂക്കിലൂടെ തന്നെ വിടുകയും ചെയ്യുക. 3 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതകളോ വേദനകളോ അനുഭവപ്പെടുന്നെങ്കിൽ അവയെക്കുറിച്ച് അവബോധമുള്ളവരാകുകയും കൂടുതൽ ശരീരത്തിന് വിശ്രമം നൽകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമെങ്കിൽ ആഴത്തിലുള്ള ശ്വസനം നടത്തുവാൻ എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്.
സാവധാനം നിങ്ങളുടെ സ്വാഭാവികമായ ആശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇനി നിങ്ങളുടെ ശരീരം അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ ശ്വസിക്കട്ടെ. യാതൊരു പ്രയത്നവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതില്ല. ഈ ധ്യാനത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നെങ്കിൽ ഈ വരുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമായി കൊണ്ടിരിക്കും. കൂടുതൽ ആഴത്തിലുള്ള വിശ്രമം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സാവധാനം ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം, നിഷേധാത്മകമായ ചിന്തകൾ എന്തെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ അവയെ ശ്രദ്ധിക്കുക. ഒരു നിരീക്ഷകനെ പോലെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ഒന്നിനോടും ഒത്തുചേരരുത്, ഒന്നിനെയും സ്വന്തമാക്കരുത്. ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളെയും കാണുക. സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം തുടരാം. ത്തിലുള്ള ഹൃദയ സമാധാനം നമ്മുടെ സ്വാഭാവികമായ അവസ്ഥയാണ്. അത് നമ്മുടെ ആന്തരികമായ മൗനമാണ്, അല്ലെങ്കിൽ നിശ്ചലതയാണ്. മനസ്സ് ചഞ്ചലിക്കുമ്പോഴും നമ്മളുടെ ഹൃദയം ആ നിശബ്ദതയെ, ആന്തരികമായ മൗനത്തെ പ്രാപിക്കുവാൻ കഴിവുള്ളതാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു സ്ഥിരീകരണം ഏറ്റുപറയാം. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഹൃദയഭാഗത്ത് വയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും കാരുണ്യത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും കാരുണ്യത്തോടെ സ്വീകരിക്കുന്നു.
ഞാൻ എന്തായിരിക്കുന്നുവോ അതിനെ ഞാൻ കാരുണ്യപൂർവം അംഗീകരിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അതിനെ ഞാൻ കാരുണ്യപൂർവം അംഗീകരിക്കുന്നു. എൻ്റെ ശരീരത്തെ അതിൻ്റെ വേദനകളോടും കുറവുകളോടും കൂടി കാരുണ്യപൂർവം സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ അതിൻ്റെ വേദനകളോടും കുറവുകളോടും കൂടി കാരുണ്യപൂർവം സ്വീകരിക്കുന്നു. ശാന്തമായി സമാധാനം തരുന്ന നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ, സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് അല്പസമയം കൂടി നമുക്ക് ധ്യാനത്തിൽ ചിലവഴിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന പ്രവൃത്തികളും ഉണ്ടാകുന്ന നിമിഷത്തിൽ നമുക്ക് നമ്മോട് തന്നെ ദേഷ്യം തോന്നും, കോപം തോന്നും. ഇതിനെല്ലാം കുറ്റക്കാരൻ ഞാനാണെന്ന് ഒരുപക്ഷെ നമുക്കങ്ങനെ തോന്നാം. ഈ ചിന്തകൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള വിമർശനം നമ്മളുടെ ഹൃദയ സമാധാനത്തെ വളരെയേറെ ബാധിക്കാറുണ്ട്. നിങ്ങളോട് തന്നെ പൂർണ്ണമായും ഐക്യപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുക ഏറ്റവും പ്രധാനമായ കാര്യമാണ്. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളോട് കാണിച്ച അക്ഷമത അല്ലെങ്കിൽ കോപം, അതിനെല്ലാം മാപ്പ് പറഞ്ഞ് നിങ്ങളോട് തന്നെ നിങ്ങൾ ഈ സമയം ക്ഷമ ചോദിക്കുക. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ
ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ മാനസികമായിട്ടുള്ള വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 or 2 ദീർഘശ്വാസം എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ധ്യാനം നിങ്ങളുടെ സ്വാഭാവികമായ ശ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് തുടരാം. ഇന്നതിന് ജീവിതത്തിൽ നമ്മളുടെ ഹൃദയ സമാധാനത്തെ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒന്നാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവുകേട്. ഈ നിമിഷം നിങ്ങളുടെ തന്നെ സ്വന്തം വാക്കുകളിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോട് അല്ലെങ്കിൽ വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടായ ആ സാഹചര്യങ്ങളോട് എല്ലാറ്റിനോടും നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ആ സ്ഥിരീകരണങ്ങൾ ഏറ്റുപറയുക. നിങ്ങളെ വേദനിപ്പിച്ച ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നെങ്കിൽ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തികളോട് ഒരിക്കൽ കൂടി ക്ഷമിച്ചുവെന്ന് പറയുക. ഞാൻ താങ്കളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ സ്വയം പറയുക. കഴിഞ്ഞ 19 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് കാണിച്ച സ്നേഹം, നിങ്ങളുടെ ആ ഹൃദയ സമാധാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാണിച്ച ആ സ്നേഹപ്രകടനത്തിന് നിങ്ങളോട് തന്നെ നന്ദി പറയുക. നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. ശാന്തമായി സൗമ്യമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ശാരീരികമായ അവബോധം വീണ്ടെടുക്കുക. നിങ്ങളിരിക്കുന്ന മുറിയെക്കുറിച്ചോ ആ ചുറ്റുപാടുകളെക്കുറിച്ചും അവബോധമുള്ളവരാകുക. നിങ്ങൾക്ക് സൗമ്യമായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. Okay. Good evening again. Thank you, sir. Thank you very much, sir. Thank you.
Thank you, sir. പറഞ്ഞോളൂ. Thank you, sir. വെൽക്കം. യാ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സ് ഉണ്ടെങ്കിൽ പറയും. സാറേ, ഞാൻ ആ ഹോസ്പീസിനെ കുറിച്ച് സാറ് പറഞ്ഞില്ലായിരുന്നോ? മരണത്തിന്റെ വാതിക്കൽ വരെ പോയിട്ട് സമയമായില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സമയമായിട്ടില്ല, തിരിച്ചു പൊക്കോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള. സാർ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. എന്താ, റൈറ്റർ ആണോ? എന്തോ റൈറ്റർ ആണോ അത്? ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഹൈഡി കേൺ എന്ന് പറയുന്ന, ഓക്കെ, ഒരു ജർമ്മൻകാരി സ്ത്രീ. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വലിയൊരു പുസ്തകമാണ്. ഈ മരണത്തിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഈ ഹോസ്പിസസിൽ താമസിക്കുന്ന ആളുകളുടെ അനുഭവങ്ങളൊന്ന്. രണ്ടാമത് ഇവരെ എങ്ങനെ പ്രത്യേകിച്ച് മാനസികമായിട്ട് മരണത്തിന് ഒരുക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ്, മാനസികമായിട്ട്, വൈകാരികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. മരണത്തിന് ഒരു വ്യക്തിയെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. അതിനകത്ത് അവർക്കുണ്ടായിട്ടുള്ള പല യഥാർത്ഥ അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അനുഭവത്തെ അല്ല, പല വ്യക്തികളെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ആ പുസ്തകത്തിനകത്തുണ്ട്. പക്ഷേ അത് ജർമ്മൻ ഭാഷയിലാണ്, അത് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തി ഹൈഡി കേൺ എന്നാണ് ആ സ്ത്രീയുടെ പേര്. 2022 മരിച്ചുപോയി. അപ്പൊ അവരിങ്ങനെ പറയുന്ന അനുഭവങ്ങൾ, അതായത് നമ്മൾ അങ്ങനെ ഉണ്ട്, ചില ആളുകൾ ഇങ്ങനെ മരണവുമായിട്ട് മല്ലിടുന്ന ആ സമയത്ത് അവർ മരിച്ചു എന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നും. പക്ഷെ അവർ വീണ്ടും തിരിച്ചു വരും. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ചില സമയത്ത് ചിലര് പറയുന്നതാണ്, അവർ ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില കുറ്റസമ്മതങ്ങൾ, അല്ലെങ്കിൽ ഇത് ഞാൻ കരുതിയതുപോലെ അല്ല ജീവിതം. കാരണം അവർ ഏകദേശം മരണത്തിന്റെ ആ എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. അപ്പൊ അവർ പറയാണ്, ഇതല്ല ജീവിതം, കാരണം ഇത് ഞാൻ കരുതിയതുപോലെ അത്ര ഗൗരവമുള്ള കാര്യമൊന്നും അല്ല ഇത്. ദിസ് ഈസ് വെരി സിമ്പിൾ എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സാർ. മരണത്തിനപ്പുറം ജീവിതം എന്ന് പറഞ്ഞ ഡോക്ടർ ബാലമുരളീകൃഷ്ണ എഴുതിയ ബുക്കിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ് എൽസ്? നമ്മുടെ പീസിന്റെ ഉറവിടം, ആ ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ചും എന്താണ് ഹൃദയപൂർവമായ രീതികൾ ഒക്കെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിത്തിങ് എൽസ്? ആന്റണി സാർ, ആ ബുക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇംഗ്ലീഷിലോട്ട്. അതിനുള്ള ആയുസ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ജാപ്പനീസ് അല്ലേ സാർ? ജാപ്പനീസ്? അല്ലല്ല, അത് ജർമ്മൻ ഭാഷയിലുള്ള. അവര് ജർമ്മൻകാരിയായിരുന്നു. അവരെപ്പോഴും അവിടെ, ഞാൻ അവരെ കൊടൈക്കനാലിൽ വെച്ച് 2015 മുതൽ ഞാൻ പരിചയപ്പെട്ടതാണ്. അവിടെ എന്തോ മരിച്ചുപോയോ? 2022 അവർ മരിച്ചുപോയി. ഞങ്ങൾ പലപ്പോഴും ജർമ്മനി വെച്ചും, അതുപോലെ ഓസ്ട്രിയയിൽ, അതുപോലെ പിന്നെ ഞങ്ങള് ഇങ്ങനെ കൊടൈക്കനാലിൽ വെച്ചൊക്കെ ഞങ്ങൾ കാണുകയും ഇങ്ങനെ പരിചയപ്പെടുകയും. ഞാനിങ്ങനെ നല്ലൊരു പ്രായമുള്ള വളരെ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അവരോട്. അവരൊരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിലും പറയാം. കാരണം 25-30 വർഷത്തോളം അവർ ഇവിടെ ജപ്പാനിൽ പോയി അവര് സെൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ നല്ല 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 വൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. സാറേ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എഴുതിയ ബുക്കിലെ കാര്യങ്ങൾ സാറ് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടി അത് പകർന്നു തന്നേ പറ്റൂ. ഓക്കെ. ഇപ്പൊ ഏകദേശം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ കാണുന്നതല്ല ജീവിതം, നമ്മൾ കരുതുന്ന പോലെയല്ല, ഇത് ഇത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. അത് അതിന്റെ ആ പുസ്തകത്തിന്റെ സാരാംശമാണ്. അപ്പൊ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻസിഡൻസ് പറയുമല്ലോ അതില് ചില. ഓക്കെ. അപ്പൊ അത് ഒരു 1-2 ഒരു എക്സാമ്പിൾ ആയിട്ട് സാറൊന്ന് അത് റെഫർ ചെയ്തിട്ട് ഒന്ന് ഞങ്ങൾക്കായിട്ട് പങ്കുവെക്കണം സാർ. നോക്കട്ടെ. ഓക്കെ. പിന്നെ അതുപോലെ സാറേ, ഒരു ഡൗട്ട് ചോദിച്ചേ. നമ്മൾ ഒരാൾക്ക് ഫർഗീവ്നെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് നമ്മൾ കൊടുത്തു, നമ്മുടെ
മനസ്സ് ശാന്തമായും നമ്മൾ കരുതുന്നെങ്കിലും ചിലപ്പോ വീണ്ടും നമ്മളെ അത് അലട്ടുകയില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അലട്ടും. കാരണം നമ്മൾ എന്തേരം ഫൊർഗീവ് ചെയ്തു എന്ന് നമുക്ക് തോന്നിയ ഒന്നാമത് നമ്മളുടെ മനസ്സ് നമ്മളെ ചിലപ്പോൾ ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഐ ഹാവ് ഫൊർഗീവൺ എന്നുള്ളത്. കാരണം മനസ്സിനോളം നമ്മളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്ന ഒരു വേറൊരു പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെന്ന് വരികയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത് നമ്മൾക്ക് ഇത് മനസ്സിൽ നമുക്ക് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വെറും ഒരു ചിന്തയായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ ക്ഷമിച്ചു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയും യെസ് ഐ ഹാവ് ഫൊർഗീവൺ, ഞാൻ അവനോട് അല്ലെങ്കിൽ അവളോട് ഞാൻ ക്ഷമിച്ചു, അവള് അല്ലെങ്കിൽ അവൻ എന്നോട് ഒത്തിരി ഉപദ്രവങ്ങളൊക്കെ ചെയ്തു, ഞാനത് ക്ഷമിച്ചു എന്ന്. ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മളുടെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് മനസ്സിലെ ക്ഷമ, രണ്ടാമത് ഞാൻ പറഞ്ഞു ഹൃദയത്തിന്റെ ആ ഒരു ക്ഷമയിലേക്കാണെന്നുണ്ടെങ്കിൽ ചിന്തകൾ നമുക്ക് വീണ്ടും വരും ചില സന്ദർഭങ്ങളിൽ. ഇപ്പൊ അത് എങ്ങനെയാണ് ഒരു ട്രിഗർ ആയിട്ടായിരിക്കും അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് വരുന്നത്. ഉദാഹരണം, ഷീലാജിയെ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് കരുതുക. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ആ ഏകദേശം ഒരു ഫേസ് അല്ലെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ സംസാരത്തിന്റെ ആ വോയിസ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാം. അല്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ വീണ്ടും വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ എത്ര ക്ഷമിച്ചാൽ ആ ചിന്ത വരാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ മരിക്കുന്നിടം വരെ ആ ചിന്ത ഇടയ്ക്ക് വരും. പക്ഷേ ആ ചിന്തയിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസം നമുക്കുണ്ടല്ലോ, നമുക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇത് വരികയില്ല. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് അത് ഫീൽ ചെയ്യല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരും. പക്ഷെ നമ്മൾ അതിനോട് പ്രതികരിക്കാൻ നമുക്ക് തോന്നിയല്ല. അല്ലെങ്കിൽ അവനിട്ട് ഒരെണ്ണം കൊടുക്കണമെന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ കയ്യിലൊന്നും അത് ഫീൽ ചെയ്യല. അപ്പൊ നമ്മുടെ ആ ഇമോഷൻസ് നമുക്ക് എന്തുമാത്രം ശക്തമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്വാഭാവികമാണ്, വീണ്ടും വീണ്ടും അത് നമ്മൾക്ക് വരാം, അത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമുക്ക് കൂടുതൽ ഇമോഷണൽ ആയിട്ട് നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ നമ്മുടെ മനസ്സ് തരുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിച്ചു എന്ന് കരുതാം. എന്നാൽ തന്നെ അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അത് മനസ്സിലല്ല ക്ഷമ വരേണ്ടത്, ഹൃദയത്തിലാണ് ക്ഷമ വരേണ്ടത്. അത് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പയ്യെ നമ്മൾക്ക് അത് ക്ഷമിക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും പോവുകയല്ല, പക്ഷെ അത് ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുമല്ലേ സാറേ? ഇന്റൻസിറ്റി അതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിൽ ഭാഷയിൽ പറയാൻ പറ്റുന്നത്. പക്ഷെ ചിലർക്ക് അത് സാധിക്കും പൂർണ്ണമായിട്ടും. ഞാൻ പറഞ്ഞ അത് സാധിക്കുമായിരിക്കും. കാരണം അത് ഓർമ്മയിൽ നിന്ന് പോകണമെന്നില്ലല്ലോ. കാരണം നമുക്കിപ്പോ അത് ഓർമ്മയെന്ന് പറയുന്നത് നമുക്ക് വരാം, പക്ഷെ അതിനോടുള്ള നമ്മളുടെ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് വേണം പറയാം, അത് കുറയുന്നു, അതിന്റെ ഇന്റൻസിറ്റി കുറയുന്നു. സാറേ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ സാറേ അതിന്. അതായത് നമുക്കൊരു മുറിവ് പറ്റിയപ്പോ നല്ല വേദന ഉണ്ടായി. പക്ഷെ മുറിവ് ഉണങ്ങിയാൽ ആ കല കാണുമ്പോ നമുക്ക് അന്നേരം വേദന തോന്നൂലോ. അതേ മാതിരിയാണ് സാർ ഉദ്ദേശിച്ചത്. അതാണ് ശരി. മറക്കാൻ പറ്റൂല, നമുക്ക് ബുദ്ധിയുള്ള കാലത്തോളം നമുക്ക് അപ്പാട് മറക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ചെയ്യാം, വി ഡോണ്ട് ഫീൽ എനിത്തിങ്. പക്ഷെ മുറിവ് മുറിവ് കാണുമ്പോ നമുക്ക് ഓർമ്മ വരും. പക്ഷെ നമുക്ക് ഇമോഷണലി ഒന്നും തോന്നത്തില്ല. വേദന നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് വേണ്ടത്. നമ്മളെ മനസ്സിൽ വേദന കൊണ്ട് നടക്കുന്നവരാണ് നമുക്ക് പ്രശ്നം വരിക. അത് നമ്മളെ തന്നെ നമ്മള് വേദനിപ്പിക്കും, നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരിക. നമ്മുടെ എല്ലാ പാർട്സും അതിൽ പങ്കെടുക്കേണ്ടി വരും ആ വേദനയില്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫൊർഗെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഫൊർഗെറ്റ് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ ബ്രെയിന് വിടൂല. ശകലം അതിന്റെ കിടക്കും അല്ലേ മാഡം? കിടക്കും. പിന്നെ നമുക്ക് ശരിക്കും സങ്കടം വരുമ്പോഴേ നമ്മൾ കരയുമ്പോ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് തന്നെയാണ് എല്ലാരും പറയുന്നത്. അത് എത്രത്തോളം വാസ്തവമാണ്, അല്ലെങ്കിൽ അത് ശരിയാണോ? അത് ശരിയാണ് എന്നാണ് എൻ്റെ ഒരു എൻ്റെ അനുഭവം. കരയാൻ പറ്റുന്ന അല്ലേ സാറേ? കരയാൻ പറ്റുന്ന തന്നെ ഒരു നല്ല അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നമ്മൾ അതിനെ ഇപ്പൊ ഒരാളുടെ മരണത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്ന വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മരണ വീടുകളിലൊക്കെ പറയുന്നില്ല, നിങ്ങൾ കരയാൻ പറയുന്ന, അങ്ങനെ അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഹിം ഓർ ഹെയർ ക്രൈ, എസ്പെഷ്യലി സ്ത്രീകളോടുള്ള രീതിയിലായിരിക്കും. അത് എനിക്ക് തോന്നുന്നത് എവിടെയാണ്,
ഷേക്സ്പിയറിന്റെ ഏതോ ഒരു നാടകത്തിൽ അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, ലെറ്റ് ഹെർ ക്രൈ എന്ന് പറയുന്ന. ദാറ്റ് മീൻസ് അതാ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ലിറ്ററേച്ചർ ക്ലാസ്സിലുണ്ട്. അത് ഏത് പുസ്തകമാണെന്ന് കൃത്യം എനിക്ക് ഓർമ്മയില്ല. എന്തിനേ അപ്പൊ അത് അതിനകത്ത് ദാറ്റ് മീൻസ് അത് നമ്മളുടെ ആ എക്സ്പ്രഷനാണ്, ആ എക്സ്പീരിയൻസിന് നമുക്ക് അതൊന്ന് കുറച്ച് അലിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് അറിയുക, നമ്മൾ അതിനെ അനുഭവിക്കുക, കരയുക എന്നുള്ളത്. അത് ഈവൻ സൈക്കോളജിയിലും അങ്ങനെ പറയുന്നുണ്ട്, സൈക്കോളജിസ്റ്റുകളും പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ കരയുക, നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് മീൻസ് അത് വരിക, അതിന്റെ ആ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. പിന്നെ മൈൻഡ്ഫുൾനെസ്സിനകത്താണെന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് കരയാനാണ് തോന്നുന്നതെങ്കിൽ, നമ്മൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്രസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് നമ്മളുടെ ആ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഒരുപക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ നമുക്ക് വളരെ ഒത്തിരി കാലം മുമ്പ് ഉള്ളതല്ലെന്നുണ്ടെങ്കിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ യു ഫീൽ ഇറ്റ്, ലെറ്റ് ഇറ്റ് കം, ഡോണ്ട് സപ്രസ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ദെൻ അക്സെപ്റ്റ് ഇറ്റ് എന്നുള്ളതാണ്. അതാണ് മൈൻഡ്ഫുൾനെസ്സിന്റെയും എന്താണ് പറയുന്നത്, അവർ അങ്ങനെയാണ് പറയുന്നത്, അക്സെപ്റ്റ് ഇറ്റ്, ഫീൽ ഇറ്റ്, അക്സെപ്റ്റ് ഇറ്റ്. അതുവഴി എമോഷൻസിന് ഒരു ശുദ്ധീകരണം വരുന്നു, ഒരു കഥാർട്ടിക് എഫക്റ്റ് ഉണ്ടാവുന്നു. കഥാർസിസ് പോലെ. ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ എല്ലാ പ്രശ്നവും തീരുമായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നത് പോലെ. ഓക്കെ, ഉഷ മാം എന്താ പറഞ്ഞിരുന്നത്? ഉഷ മാം എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ ടൈം ഇമോഷണൽ കഥാർസിസ് എന്ന് പറഞ്ഞ ഒരു ടൈം ലിറ്ററേച്ചറിൽ അത് പറയുന്നുണ്ട്. അതായത് നമ്മൾ മുൻപ് കോമഡിയേക്കാൾ ബെറ്റർ ആണ് ട്രാജഡി എന്ന് ഷേക്സ്പിയറിൻ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഇങ്ങനെ ഒരു വലിയ ക്രൗഡിന്റെ മുന്നിൽ എങ്ങനെ ഒരു മാക്ബെത്ത് അങ്ങനെയൊക്കെയുള്ള ഹാംലെറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രാമാസ് അവതരിപ്പിക്കുമ്പോൾ അവര് വല്ലാതെ കരഞ്ഞു കഴിയുമ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷണൽ, അവരുടെ ഇമോഷൻസ് എല്ലാം ഒരു കഥാർസിസ് ചെയ്യുന്ന ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ്, അത് അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ്. അതാണ് അത് ക്യൂർ ആവാനായിട്ട് വളരെ ബെറ്റർ ആണെന്ന് ആണ് ഈ ലിറ്ററേച്ചറിൽ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട് സാർ. അതാണ് ഹാർട്ടിന്റെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു എന്താ പറയാ, ഒരു മാജിക് എന്നൊക്കെ പറയും. അല്ലേ സാർ? ശരിയാണോ സാർ? എന്ത് പറയുന്നത്? ഞാൻ ഇത് ഇപ്പൊ ഈ പറയുന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ അതിനൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ ഷേക്സ്പിയറിന്റെ ട്രാജഡി പോലെയുള്ള നാടകങ്ങളൊക്കെ ഇന്നും റെലവെന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അതിന്റെ റിസർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട്. എന്തായാലും സാറിന്റെ ക്ലാസ് ശരിക്കും ആ കാലഘട്ടത്തിൽ വരെ ഷേക്സ്പിയർ മുൻകൂട്ടി കണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ. അന്ന് അത്രയും ദ്രോഹം ചെയ്യുന്ന മനുഷ്യന്മാരില്ല, പക്ഷെ ആ സമയത്ത് വരെ അദ്ദേഹം അതൊക്കെ മുൻകൂട്ടി കണ്ടു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ നൂറുകണക്കിന് ആളുകൾക്ക് നല്ലൊരു മാതൃക അന്നേ കാണിച്ചു വെച്ചിരിക്കും അല്ലേ? അതെ അതെ. മാക്ബത്തിന്റെ ഒക്കെ ശരിക്കും ഈ ഹാർട്ടിന്റെ ഇങ്ങനത്തെ വരുന്ന പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ മാനസികമായിട്ട് മാത്രമല്ല, പിന്നെ ശാരീരികമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. പിന്നല്ലേ സാറേ ഈ ഫൊർഗെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല്, ആ ഫൊർഗെറ്റ് ചെയ്താൽ എന്താ പറയുക പറ്റുന്നത്, നമ്മൾ വീണ്ടും ചതിക്കപ്പെടുക ചെയ്യും. അതാണ് ഫൊർഗെറ്റ് ചെയ്യരുത്, ബട്ട് ഫൊർഗീവ്, വി കാൻ ഫൊർഗീവ്. അതായിരിക്കണം പോളിസി. റോയ് സാർ, എല്ലാവരുടെയും ക്ലാരിഫിക്കേഷൻ ആൻഡ് ചിന്തകളും ഒക്കെ ശ്രദ്ധിക്കുക. ഏതായാലും സാർ പീസ് ഇൻ ബോഡി, പീസ് ഇൻ മൈൻഡ് ആൻഡ് പീസ് ഇൻ ഹേർട്ട്. പീസ് ഇൻ ഹേർട്ടും മൈൻഡും തമ്മിൽ ഉള്ള ഇത് സാറ് പറയുമ്പോഴാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഓക്കെ സാർ. അപ്പൊ അതിൻ്റെ ചലഞ്ചസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഒരു എസെൻഷ്യൽ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് സാറ് മെഡിറ്റേഷനിലൂടെ അത് കാണിച്ചു. അപ്പോ എനിക്ക് ഈ സാറ് പറയുന്ന സമയത്തൊക്കെ ഈ വക കാര്യങ്ങൾ എന്താണോ ഈ പഴയ ക്ലാസ്സുകളുമായിട്ട് ഫോളോ അപ്പ് ആയി വന്നുകൊണ്ടാണ് എന്താണോ
എനിക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പറ്റുന്നതല്ല. നമ്മള് ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് തന്നെയല്ല, നമ്മളിലുള്ള എമോഷൻ തന്നെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. ആ കാരണത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് കുറെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നാണ്. എനിവേ, കുറെ കൂടി ഇന്നത്തെ ക്ലാസ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ. ക്ലാസ്സിൽ നിന്ന് എനിക്ക് തരാനുള്ള നിർദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഹൃദയവത കൂടി നിൽക്കുന്ന ഒരാൾക്ക് സന്തോഷം എക്സിബിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ ആസ്ഥാനം ഹൃദയം തന്നെയാണ്. അത് വ്യഥയുണ്ടാക്കിയ കാര്യങ്ങൾ ഹൃദയപൂർവ്വം മറന്നു കളയുക, വിട്ട് കളയുക. ഞാനത് സൂക്ഷിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല എന്ന വ്യക്തമായ ബോധ്യം വരുന്നതോടുകൂടി നാം അത് ഉപേക്ഷിക്കുന്നു. ആ വ്യഥ മാറ്റി കഴിയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരാനുള്ളത് സന്തോഷവും ക്ഷമയും മാത്രമാണ്. ക്ഷമിക്കുന്നതോടുകൂടി ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നമുക്ക് സന്തോഷമാവുകയും ചെയ്യും. ക്ഷമിക്കപ്പെട്ട ആ വ്യക്തിക്ക്, ക്ഷമ കിട്ടിയ വ്യക്തിക്കും സന്തോഷമാകും. സന്തോഷം കൊടുത്ത് സന്തോഷം വാങ്ങുക, അതിൽ കവിഞ്ഞൊന്നും പറയാനില്ല, നേടാനില്ല. നന്നായിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു സർ. സാറേ, പതിവ് പോലെ നല്ല അനുഭവങ്ങളായിരുന്നു. എന്നെ പ്രത്യേകം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, നമ്മുടെ മെഡിറ്റേഷൻ ടൈമില് നെഞ്ഞത്ത് കൈവച്ചിട്ട് എൻ്റെ പരിമിതികളെയൊക്കെ ഉൾപ്പെടുത്തി ഓരോന്നിനും പറഞ്ഞ്, അത് നല്ല എഫക്റ്റ് ആയിരുന്നു. അത് ഞാൻ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതെന്ന് തട്ടിമുട്ടി ഉണർത്തി പറയുമ്പോൾ, മറ്റേത് ചിലപ്പോൾ നമ്മൾ അങ്ങ് ഒന്ന് മയങ്ങി പോകുന്ന പോലെയൊക്കെയുള്ള ഒരു അനുഭവത്തിൽ അങ്ങനെ പോകുന്ന പോലെയല്ല. ഇത് ശരിക്കും ഞാൻ എന്നോട് പറയുന്നു എന്നുള്ള ആ ഫീലിംഗ് ശരിക്കും കിട്ടിയ ഒരു നല്ല അനുഭവമുണ്ട്. അത് പ്രത്യേകം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ സാബുസാറിന് മാത്രമേ കണ്ടുള്ളൂ ഇവിടെ നാട്ടിലല്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ആള് പോകുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കൂട്ടുകാരെ കാണാതെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഇപ്പൊ ആ ഞാങ്ങണ പുല്ലിനിടയിൽ നിന്ന് ഉലയനൻ സാറിനെയും കാണുന്നു. നന്നായി, സന്തോഷം. ഒരു കടുവ ഇറങ്ങി വരുന്ന പോലെ അല്ലേ സർ? അതെ 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 അതെ. താങ്ക് യു സർ. താങ്ക് യു. ഞങ്ങള് പാലക്കാടുണ്ട്. നാളത്തെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാ. ഇപ്പൊ നെല്ലിയാമ്പതിയിലാണ്. പറയും സാബു സാർ, ആന്റണി സാർ, നമസ്കാരം. ഞാൻ കയറാൻ വൈകിപ്പോയി സാർ. ഇവിടെ സംഭാവനക്ക് കുറച്ച് ആൾക്കാർ വന്നിരുന്ന ഒഴിവാക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി അവരോട് സംസാരിച്ചിരിക്കേണ്ടി വന്നു. അതായത് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നോക്കുമ്പോഴത്തേക്കും ഈ അതിൽ ഒന്ന് രണ്ട് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നത് സാറ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെക്കാളും വലുതാണ് മറ്റുള്ളവർ എന്നുള്ള രീതിയിൽ ആനയുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവര് ചിന്തിക്കുന്നത് ഇനി എങ്ങനെ നമ്മൾ ഇതിനേക്കാളും വലുതാവും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അത്രേ ഉള്ളൂ. അത് വളരെ നല്ലതാണ് സാറേ. ജീവിതം അതുപോലെ പിന്നെ ഒഴുകാൻ പഠിക്കുക എന്നുള്ളത് സാറ് പറഞ്ഞു. ഒഴുകാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇപ്പം മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തിട്ട് നമുക്ക് ഒഴുകിയാലേ രക്ഷയുള്ളൂ സാറേ. അതിൽ എനിക്ക് ചെറുങ്ങനെ പറ്റാത്ത ഒരു കാര്യം സെൽഫ് കെയർ ആണ്. അത് മക്കളും എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും എന്നെ ശ്രദ്ധിക്കാതെ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ വിമർശനം എന്ന് പറഞ്ഞാൽ സ്വയം വിമർശനം വേണമല്ലോ കാര്യങ്ങളില്. പക്ഷെ അങ്ങനെ കുറച്ച് പോരായ്മ ഉണ്ട്. ഇപ്പൊ സെൽഫ് കെയർ കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ചില കാര്യങ്ങള്, ഇപ്പം ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, നമ്മള്
മരണത്തോട് മരണം കണ്ടിട്ട് മടങ്ങിയെന്ന് പറഞ്ഞാൽ അന്ന് പത്രത്തിൽ കുറച്ചു കാലം മുമ്പ് ഒരു വാർത്ത വായിച്ചിരുന്നു. അതായത് ഒരാള് 23 വയസ്സിലെ ആക്സിഡന്റിൽ മരിച്ചു. എന്നിട്ട് മോർച്ചറിയിൽ കൊണ്ടുപോയി. അപ്പം ഡോക്ടർ വരുന്നതിന് മുമ്പേ പിന്നെ അയാളെ തലക്ക് ഒരു മുട്ടി അറ്റൻഡർ വന്നിട്ട് അപ്പൊ അയാള് പെട്ടെന്ന് ഇരുന്നിട്ടാകുമ്പോ മുട്ടിയാള് ബോധം കെട്ട് വീണു. പിന്നെ അയാളെ കഥ ഇങ്ങനെ കുറച്ച് കയ്യിൽ പറഞ്ഞിരുന്നു. പക്ഷെ അയാളെ കണ്ണിന് ആ മുട്ടല് അയാളെ ഒരു കണ്ണിന് എന്തോ ചെറിയൊരു പ്രശ്നം വന്നു. അയാൾ ഒരുപാട് വർഷത്തിന് ശേഷം ജീവിച്ചു. അത് പറയുമ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പിന്നെ നമുക്കിപ്പം പിന്നെ ഈ അമർജ്യോതി മാം എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിണ്ടല്ലോ സാറേ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് ചെറിയൊരു എക്സാമ്പിൾ മിനിയാന്ന് ഞാനും കുമാരനും കോയമ്പത്തൂർ പോകുമ്പോ നമ്മളെ കമ്പാർട്ട്മെന്റിൽ നമ്മൾ 1-2 സീറ്റ് പറയുമ്പോൾ അതിൽ നിറയെ ആൾക്കാർ ഇങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. അല്ല ഇത് നമ്മളെ സീറ്റാണ്, ഇത് നമ്മൾ ബുക്ക് ചെയ്താണ്, നിങ്ങളെ സീറ്റല്ല. 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി, രക്ഷയില്ല. നമ്മൾ അപ്പുറം പോയിരുന്ന് ടിടിനെ വിളിച്ചുകൊണ്ടെന്ന്. അപ്പൊ അവര് സുഖമായിട്ട് എഴുന്നേറ്റ് പോയിട്ട് മറ്റുള്ളവർ ഇരിക്കുന്നിടത്ത് തന്നെ അവരുടെ കൂട്ടത്തിലുള്ളവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരോട് കമ്പനിയായി, അവർ നല്ല രീതിയിലായി. ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. നേരെ മറിച്ച് ആ മനോഭാവത്തോടു കൂടി നമ്മൾ ഇരുന്നിരുന്നെങ്കിൽ കോയമ്പത്തൂർ എത്തുന്നവരെ നമ്മളെ മനസ്സ് ചീത്തയായേനെ സാറേ. അപ്പൊ അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മനസ്സ് വലുതാക്കണം എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള രീതിയിൽ ജീവിച്ചേ പറ്റൂ സാറേ. താങ്ക് യു. സാറിന്റെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങളാണ് സാറ് കേട്ടത്. ഞാൻ എത്താൻ വൈകിപ്പോയി. പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് എപ്പോഴും വേണം എന്നുള്ളതാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഹാങ്ങിങ് ലൂസ് പോളിസി, അത് ശരിക്കും വളരെ നല്ലതാണ്. അതായത് വി ഷുഡ് നോട്ട് ട്രീറ്റ് ourselves ആസ് ബിഗ് തിങ്. അതായത് ഭയങ്കര ഒരു സീരിയസ് ആണ് നമ്മൾ എന്നുള്ള ആ ചിന്താഗതി മാറ്റുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. ശരിയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ബീന മാം, ടി മാം, സുനിത മാം, സരസ്വതി മാം, ആർക്കെങ്കിലും? യെസ്, അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആന്റണി സാർ. ഓക്കെ, ഓക്കെ, താങ്ക് യു. എല്ലാം അവിടുന്ന് അടിച്ചു പൊളിക്ക്, നമുക്ക് അസൂയ വരുന്നു സാറേ. ഞങ്ങള് നാളെ രഥോത്സവം കാണാൻ പോവാം. ഭയങ്കര ജോളിയൊക്കെയാണ് അല്ലേ? ഞങ്ങള് ജയൻ സാറുണ്ട്, ഞാനുണ്ട്, മനോജ് സാറുണ്ട്. ഒരു സെക്കൻഡ്, അവരൊന്നും കണ്ടില്ല, ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ആന്റണി സാർ, ഞാൻ വേറെ ഇത്രയൊരു എൻഗേജ്മെന്റിലായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. മനോജ് സാറേ, ഞാന് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ മൈൻഡ്ഫുൾനെസ്സും വാട്ടർ തെറാപ്പി അല്ലെങ്കിൽ വാട്ടറിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കണക്ഷൻസ് ഉണ്ട്. സാറിന് അറിയാമോ? ഞാൻ ഇന്ന് സാറ് വരുന്നില്ല, അതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആരംഭത്തിൽ ഞാനത് പറഞ്ഞേനെ. അതായത് എങ്ങനെയാണ് വാട്ടർ, അതായത് 7 സ്റ്റേജസ് ഓഫ് വാട്ടർ, അത് മൈൻഡ്ഫുൾനെസ്സിനകത്തുണ്ട്. അതുപോലെ വേറൊരു ടോപ്പിക്ക് എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഞാൻ 2 ചാപ്റ്റർ ഞാൻ കണ്ടു. പിന്നെ ഞാൻ അല്പം സെർച്ച് ചെയ്തു നോക്കി. അപ്പോഴത്തേക്കും അത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഓർ ഫോർ അവർ ഇൻഫർമേഷൻ, അതായത് വാട്ടർ തെറാപ്പി, വാട്ടർ എന്ന് പറയുന്ന ആ ഹീലിങ്ങിനെ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് മൈൻഡ്ഫുൾനെസ്സിനകത്ത് വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അതിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഞാൻ അത് കണ്ടു. എൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് മാസ്റ്റേഴ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് ഞാൻ 2 ചാപ്റ്റർ കണ്ടു. അപ്പൊ ഞാൻ സാറിന്റെ കാര്യം ഓർത്തു. അത് ഷെയർ ചെയ്യാൻ ഇപ്പൊ സാർ ഉള്ളതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നും താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് ഞാൻ ഇതിനുള്ള ഹീലിംഗ് അറിയാലോ സാർ. അപ്പൊ അത് പലതരത്തിലും പല അതിന്റെ ആപ്ലിക്കേഷൻസ് പല ഘടകത്തിലും വന്നിട്ടുണ്ട്. നമുക്കത് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയമാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇച്ചിരി ഇങ്ങനത്തെ തിരക്കിലായത് കാരണം ഫുള്ളൊരു അറ്റൻഷനിലോട്ട് വന്നില്ല ഇന്നത്തെ ഒരു കാര്യം. ഓക്കെ, 1 മിനിറ്റ്. താങ്ക് യു സർ. മോഹൻദാസ് സാറും ഉണ്ട്. നമസ്കാരം. ഇപ്പൊ പഞ്ചപാണ്ഡവന്മാരെല്ലാം ഒത്തിരിക്കുന്നു. പഞ്ചപാണ്ഡവരുണ്ട്. നന്നായി.
ഷീലാജി ഒരു സെക്കൻഡ് കേട്ടോ. ഷീലാജി, ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. സ്കിസോഫ്രേനിയ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് അധികം റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല. ബാക്കി ആർക്കും ചെയ്യാം. അത് പക്ഷേ അത് കുറച്ചുകൂടെ തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് മാനസിക അസുഖമുള്ളവർക്ക് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് ചെയ്യാം. പക്ഷേ അത് തന്നെത്താൻ ചെയ്യാം. തന്നെത്താൻ ആണല്ലോ കൂടുതലും ചെയ്യേണ്ടത്. പക്ഷെ എന്നാൽ തന്നെ അത് റെക്കമെൻഡഡ് ആണ്. പക്ഷേ അക്യൂട്ട് അല്ലെങ്കിൽ ആ സ്കിസോഫ്രേനിയയുടെ ഏറ്റവും ഹൈയസ്റ്റ് ആ ലെവലിലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിബഡി ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, ഫോർ യുവർ ക്വസ്റ്റ്യൻ ഐ എം ആൻസറിങ്. പ്ലീസ് പറഞ്ഞോളൂ. ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.